ശുഭകരമായി പ്രവർത്തിപ്പാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 17 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാം ശുഭകരമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ ശുഭകരമായി തീരാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ തലമുറകളുടെ ഭാവി, നിങ്ങളുടെ ബിസിനസ്, ശുശ്രൂഷ, നിങ്ങളുടെ കുടുംബജീവിതം എല്ലാം ശുഭകരമായി തീരണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി നിന്നെ അഭ്യസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ അഭ്യസിപ്പിക്കുന്നൊരു ദൈവം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുക, പലതും ശുഭകരമായി തീരാൻ കാരണം ഇന്നലകളിൽ ദൈവം നിന്നെ അഭ്യസിപ്പിച്ചതാണ്. നാളുകളിലും ദൈവം നിന്നെ അഭ്യസിപ്പിച്ച് ചിലത് ശുഭകരമാക്കി തീർക്കും. അടുത്ത ചിന്ത പറയുകയാണ്, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാനാകുന്നു. നീ പോകേണ്ടുന്ന വഴി, അത് നിനക്കറിയാം എവിടെയാണെന്ന്. പക്ഷെ ആ വഴിയിൽ നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ തകർത്ത് കളയുവാൻ ദുഷ്ടപിശാചൊരുക്കുന്ന എല്ലാ പദ്ധതികളെയും മാറ്റി പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്നൊരു ദൈവം. ചിലത് ശുഭകരമായി തീരാൻ അവൻ നിന്നെ നടത്തും. കർത്താവേ, ഈ പ്രഭാതത്തിൽ ശുഭകരമാക്കി തീർക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.